ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽഫ് കെയർ ഡേയുടെ വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് വേണ്ടി കുറച്ച് സമയം എപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കണമെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ നേരെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ചധികം നാളെ നമ്മുടെ ഹെയറിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനെ ഞാൻ അവിടെ വിസിറ്റിംഗ് ഏരിയയിൽ അവൻ്റെ പപ്പയുടെ കൂടെ ഇരുത്തിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മമ്മീനെ കാണണം എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ അവന് തന്നെ ബോറടിച്ചെന്ന് തോന്നുന്നു. അവന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ അവിടെ ആ ചേച്ചിമാരയിൽ കൊടുത്ത് അവിടെ തന്നെ കൊണ്ടിരുത്തി. അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് ഓയിൽ മസാജാണ് കേട്ടോ. അതായത് നമ്മുടെ കോട്ടണിൽ ഓയിലൊക്കെ മുക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലൊരു മസാജാണ് ഒരു ഹെഡ് മസാജ്. ആ ഹെഡ് മസാജ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി റിലീഫ് കിട്ടും. അതായത് നമ്മളിപ്പോൾ എത്ര വലിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിലും കുറച്ച് ടൈം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വല്ല ഹോട്ട് ഓയിൽ മസാജോ അല്ലെങ്കിൽ ഒരു ഹെഡ് മസാജിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രെസ് റിലീഫാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. രണ്ട് പേർക്കും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊന്നും നമ്മൾ മെനക്കിടുന്നില്ല. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മളൊരു കുറച്ച് നേരം മാക്സിമം ഒരു 15 മിനിറ്റോ ഒരു അരമണിക്കൂറോ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടി അത്രയും ടൈം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഹെഡ് മസാജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ പറയുക, പിന്നെ ഓരോ മസാജ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രൊഫഷണലിസം കൂടി നമ്മൾ നോക്കണം കേട്ടോ. ചില ബ്യൂട്ടി പാർലറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര വിയേർഡായിട്ട് മസാജൊക്കെ ചെയ്യുന്നത്. ഭയങ്കര എന്താ പറയുക, നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതിയല്ലോ എന്ന് പോയ ബ്യൂട്ടി പാർലറിലുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ നമ്മളവിടുത്തെ സ്റ്റാഫായിട്ട് നല്ലൊരു റാപ്പോർട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെഡ് മസാജിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല പോലെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഹെഡ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കല്ലേ ഉറക്കം വരാത്തത്. അങ്ങനെ ഞാനിവിടെ അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഉറക്കമൊക്കെ കൺട്രോൾ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഹറിബറി ഒന്നും അടിച്ചിട്ട് വരരുത് കേട്ടോ. അതായത് നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമെല്ലാം നോക്കി, അവരുടെയും കൂടി ടൈമെല്ലാം നോക്കി പെട്ടെന്ന് കട അടച്ച് പോണ സമയത്തൊന്നും പോയിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് സമയമുള്ളപ്പോൾ ഇതിനു വേണ്ടി സമയം മെനക്കെടണം എന്ന് ഉറപ്പിച്ച് തന്നെ നമ്മൾ വരണം. എന്നാലാണ് ഇതിനൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു കംഫർട്ടായിട്ട് ഇരിക്കാനും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ആവണം കേട്ടോ. അങ്ങനെ മസാജെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ ഹെഡ് മസാജിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് ബാക്കും അതേപോലെ നമ്മുടെ കൈകളും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സുഖമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരാളും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും. നമുക്കത് എന്തായാലും നമുക്കൊരു കംഫർട്ട് ലെവൽ വേണമല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ചില സലൂണിലൊക്കെ ആണെങ്കിൽ മെയിൽസ് ആയിരിക്കും. അപ്പോൾ ചിലവർക്കത് കംഫർട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള സ്ഥലം ഏതാണോ അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ കൈയും പുറം എല്ലാം മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊക്കെ അതൊക്കെ എൻജോയ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തലയിൽ സ്റ്റീം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു സ്റ്റീം കൊടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഇടാവുന്നുള്ളൂ. പക്ഷേ നമുക്കുള്ള സാഹചര്യം അതിനുണ്ടാവണം. അങ്ങനെ ഞാനിരിക്കുമ്പോൾ തന്നെ 1-2 പേര് വന്നിട്ട് സെയിം ഹെയർ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ട് കേട്ടോ. സെയിം പ്രൊസീജിയേഴ്സാണ് അവർക്കും. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അവർ ഏതാ ചെയ്യണമെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ഇടാൻ പോവാണ്. അങ്ങനെ ഹെയർ പാക്ക് ഇടാൻ വേണ്ടി ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ പാക്ക് കൊണ്ടുവന്നു. അതിന് ശേഷം നമ്മുടെ
മുടിയുടെ ഓരോ വകച്ചിലുകളൊക്കെ എടുത്ത് എല്ലായിടത്തും, അതായത് തലയോട്ടിൽ ഫുള്ള് നമ്മുടെ ഈ പാക്ക് തേച്ച് പിടിപ്പിച്ച് നമ്മളൊരു 15-20 മിനിറ്റ് വരെ ഇരിക്കണുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി നമ്മുടെ തലയിലൊന്ന് പിടിക്കണ വരെ ഇരിക്കുക. അപ്പോൾ ഇത് ഈ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവാപ്പൊടിയും നെല്ലിക്കപ്പൊടിയും അതുപോലെ മുട്ടയുടെ വെള്ള, ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ മെയിൻ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 1-2 വട്ടമൊക്കെ സലൂണിൽ പോയി ചെയ്തതിന് ശേഷം ഫോളോ അപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ തലയിൽ മുഴുവൻ ഈ പാക്ക് അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം ഹെയർ വാഷ് കേട്ടോ. അങ്ങനെ എനിക്ക് ഹെയർ വാഷിൻ്റെ സമയമായിട്ട് അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പാക്കെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അവർ ഷാമ്പു വാഷും അതിന് കണ്ടീഷണർ വാഷും ചെയ്യും. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മുടെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാം, വീട്ടിലേക്ക് പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഹെയർ ഡ്രൈ ചെയ്യുന്ന രംഗങ്ങളാണ് കേട്ടോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എനിക്ക് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഹെയർ ഡ്രൈ ചെയ്യണത് ഇഷ്ടമേ അല്ല, കാരണം ഭയങ്കര സൗണ്ടും പിന്നെ എനിക്ക് എന്തോ ഭയങ്കര ഡിസ്കംഫർട്ടാണ് അത്. അപ്പം ഞാൻ ഒരുവിധം ഡ്രൈ ആയിപ്പോൾ ഞാൻ പറഞ്ഞു മതി, എനിക്ക് കൂടുതലാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.